പാപ്പ പറയുന്നു. നോമ്പുകാലം ജ്ഞാനസ്നാനത്തിന്റെ കൃപ തിരിച്ചറിയുവാനുള്ള സമയം. നാം സ്വീകരിച്ച ജ്ഞാനസ്നാനത്തിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിനും യേശുവിന്റെ മനുഷ്യാവതാരം, മരണം, പുനരുത്ഥാനം എന്നിവയിലൂടെ നവീകരിക്കപ്പെട്ട സൃഷ്ടികളായി ജീവിക്കുന്നതിനുമുള്ള അവസരമാണ് നോമ്പുകാലം. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം നിഷേധിച്ചുകൊണ്ട് ദൈവത്തെപ്പോലെയാകുമെന്ന മിഥ്യാധാരണയിൽ പുരുഷനെയും സ്ത്രീയെയും വശീകരിക്കുന്ന പിശാചിന്റെ തന്ത്രം തിരിച്ചറിയണം. സൃഷ്ടികൾ എന്ന നിലയിലുള്ള മനുഷ്യന്റെ അവസ്ഥയെ നാം തിരിച്ചറിയേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവത്തോട് അതെ എന്ന് പറയുന്നതിലൂടെ എനിക്കെന്റെ ജീവിതം പൂർണ്ണമായി നിറവേറ്റാൻ കഴിയുമോ? അതല്ലെങ്കിൽ സ്വതന്ത്രനും സന്തോഷവാനുമായിരിക്കാൻ ഞാൻ അവനെ ഒഴിവാക്കേണ്ടതുണ്ടോ? ഈ ചോദ്യങ്ങൾ മരുഭൂമിയിലെ യേശുവിന്റെ പ്രലോഭനത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ വയ്ക്കുന്നു. മനുഷ്യനെ സ്വയം വെളിപ്പെടുത്തുന്ന യേശുവിന്റെ യഥാർത്ഥ മാനവികതയാണ് പ്രലോഭനത്തിന്റെ സുവിശേഷ ഭാഗം എടുത്തു കാണിക്കുന്നത്. ഈ പുതിയ മാനവികത മാമോദീസയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാമോദീസയുടെ കൃപ വീണ്ടും കണ്ടെത്താൻ ഈ നോമ്പുകാലത്ത് ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിനോട് പൊരുത്തപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരാന്തരിക ശബ്ദമാണ് മാമോദീസയുടെ കൃപ. ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹത്തിന്റെ പൂർത്തീകരണം കണ്ടെത്തുന്നതിനായി ഈ കൂദാശ നമ്മെ സ്വതന്ത്രമാക്കുന്നു. യേശുവുമായുള്ള സൗഹൃദം ജീവിക്കാനും അങ്ങനെ പിതാവുമായുള്ള കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാനും നമ്മെ വിളിക്കുന്ന മാമോദീസയുടെ ചൈതന്യം സാഹോദര്യത്തിൽ ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. റോം രൂപതയിൽ നടത്തുന്ന അജപാലന സന്ദർശനത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 22 റോം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള തിരുഹൃദയ ബസലിക്കയിൽ ദിവ്യബലി അർപ്പിച്ചു നൽകിയ സുവിശേഷ പ്രസംഗത്തിൽ നിന്ന്